കുടുംബം കൂടെ നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കരിയറിൻ്റെയൊക്കെ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവാം, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവാം, ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം. നമ്മളിതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മളെ കൂടെ നിൽക്കുന്നത്, സാരമില്ല നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു കുടുംബം നമുക്കുണ്ട് എങ്കിൽ നമുക്ക് എത്രമാത്രം സമാധാനപരമായിട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയും. ഈ ഏപ്രിൽ 28 എറണാകുളത്ത് വെച്ച് നടക്കുന്ന മണി മാനിഫെസ്റ്റേഷൻ പ്രോഗ്രാമിൽ നിങ്ങളുടെ പണവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുന്നതിന്, അതിനെ മറികടക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കുവാൻ കഴിയും. മണി മെഡിറ്റേഷൻ, മണി വൂണ്ട് ഹീലിംഗ്, മണി മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് തുടങ്ങി നിരവധി ടൂളുകൾ നിങ്ങൾക്ക് പരിശീലിക്കുവാൻ കഴിയും. പ്രത്യേകിച്ചും ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ചലഞ്ചുകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരിക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. ഈ ചലഞ്ചുകളിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ ജീവനക്കാർ കൂടെ നിൽക്കുന്നതിനോടൊപ്പം, നമ്മുടെ പാർട്ട്നേഴ്സ് കൂടെ നിൽക്കുന്നതിനോടൊപ്പം നമ്മുടെ കുടുംബവും ചങ്കായി നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ എത്രമാത്രം മനോഹരമായിരിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് കുടുംബത്തെ നമ്മുടെ കൂടെ നിർത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഇമോഷണൽ ബാഗേജ്. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രയാസങ്ങളുടെ ഭാണ്ഡമുണ്ടല്ലോ, അത് അവിടെ തന്നെ ഇറക്കി വെച്ചിട്ട് വേണം വീട്ടിലേക്ക് കയറിപ്പോവാൻ. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ചില സ്ഥലങ്ങൾ അവിടെ അലങ്കോലമായി കിടക്കുന്നുണ്ടാവും, ചില കാര്യങ്ങൾ അവിടെ അശ്രദ്ധമായിട്ടൊക്കെ കിടക്കുന്നുണ്ടാവും. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ബിസിനസ്സിൻ്റെ ഒരു ഇമോഷണൽ ബാഗേജ് ഉണ്ടല്ലോ, അത് അവരിലേക്ക് കൊടുക്കാതിരിക്കുക. അതിനൊഴിവാക്കിയിട്ട് നിങ്ങൾ പോകുമ്പോൾ, നിങ്ങൾ അവരോട് സ്നേഹമായി പെരുമാറുമ്പോൾ, അവർ ചെയ്യുന്ന ചില തെറ്റുകൾക്ക് മാപ്പ് നൽകുമ്പോഴൊക്കെയാണ് അവർ നിങ്ങളോട് കൂടെ നിൽക്കുക. അപ്പോൾ ഈ കാര്യം വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ബിസിനസ്സിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫാമിലിയോടൊപ്പം ചിലവഴിക്കാനുള്ള സമയം പലപ്പോഴും കുറവായിരിക്കും. അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തേ പറ്റൂ. പക്ഷേ നിങ്ങൾ അവരുടെ കൂടെ ചിലവഴിക്കുന്ന സമയമുണ്ടല്ലോ, അത് നല്ല ക്വാളിറ്റി ടൈമായിട്ട് കൊടുക്കുക. മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുകയും അവരുടെ കൂടെ അവരുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. ഞാനിപ്പോഴും എൻ്റെ ചെറിയ പ്രായമുള്ള 7 വയസ്സൊക്കെയുള്ള മോൻ്റെ കൂടെ ഇരുന്ന് ഇപ്പോഴും കളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വലിയ ലീഡർ അല്ലെങ്കിൽ വലിയ നായകൻ്റെ സ്ഥലത്ത് നിന്ന് കുടുംബത്തിലേക്ക് എത്തുമ്പോൾ കുടുംബമായി മാറാനും കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കാനും കഴിയും. അതുപോലെ ഏറ്റവും പ്രധാനമാണ് അവർക്ക് വേണ്ട സമയങ്ങളിൽ ചില കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പോവുക എന്നുള്ളത്. ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഇവൻറ്റുകൾ, ഏതെങ്കിലും ആനിവേഴ്സറികൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എത്ര വലിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളായിക്കോട്ടെ, എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, അവർക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക. ഇങ്ങനെ മാറ്റിവെച്ച് സമയം കണ്ടെത്തുന്നത് അവർക്കറിയാൻ കഴിഞ്ഞാൽ, നോക്കൂ, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തന്നെ ഇവർ തടയാൻ തുടങ്ങും. ഉദാഹരണമായിട്ടൊരു ബർത്ത്ഡേ ആണ്. ആ ബർത്ത്ഡേയിൽ ഒരു വലിയ ബിസിനസ് മീറ്റിംഗ് നടക്കുകയാണ്, വളരെ പ്രധാനമാണ്. അപ്പോൾ വൈഫിനോട് പറയാൻ കഴിയണം, ഞാൻ ആ മീറ്റിംഗ് മാറ്റി വെച്ചുകൊണ്ട് നിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞാൻ നിൻ്റെ കൂടെ നിൽക്കുകയാണ്. അങ്ങനെ നിങ്ങൾ 1-2 പ്രാവശ്യം ചെയ്തു നോക്കൂ. 3-ാമത്തെ പ്രാവശ്യം നിങ്ങളെ ആ ബിസിനസ് മീറ്റിങ്ങിലേക്ക് പറഞ്ഞയക്കുന്നത് നിങ്ങളുടെ ഭാര്യയായിരിക്കും. അപ്പോൾ ഇങ്ങനെയാവണം നമ്മൾ കുടുംബത്തെ ചേർത്ത് നിർത്താൻ കഴിയണം. ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പിന്തുണ വളരെ പ്രധാനമാണെന്ന് മനസ്സിലാക്കുക. അവരെ ചേർത്ത് നിർത്തുക.
അതുപോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അവരറിയേണ്ട കാര്യങ്ങൾ വളരെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മുടെ ബിസിനസ്സിൽ ഇപ്പോൾ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് തുറന്ന് പറയുക. ഇപ്പോൾ ബിസിനസ്സിൽ ചില സാമ്പത്തികമായിട്ട് കുറേ ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുണ്ട് എന്ന് അങ്ങനെ പറയുക. അതോടൊപ്പം തന്നെ 5 വർഷമോ 10 വർഷത്തോ ശേഷമുള്ള ബിസിനസ് ഇങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഏത് പാതയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾ ബിസിനസ് മീറ്റിങ്ങിനോ അതുപോലെയുള്ള ഫംഗ്ഷനുകൾക്കോ പോകുമ്പോൾ ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് നേരത്തെ പറയുക. ഇന്ന വ്യക്തികൾ എൻ്റെ കൂടെ ഉണ്ടാവും, ഇന്നയാൾ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഓപ്പണായിട്ട് നിങ്ങളുടെ കുടുംബവുമായി ഷെയർ ചെയ്യാൻ കഴിയുക. അവർക്കുള്ള കൺസേണുകളെ റെസ്പെക്റ്റ് ചെയ്യുക. അവർ പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കുക. ഇതെല്ലാം വളരെ ശക്തമായ ഒരു കുടുംബം ഒരു ബിസിനസ്സുകാരൻ്റെ കൂടെ നിൽക്കുവാൻ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് കുടുംബത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി പ്രോഫിറ്റുള്ള വളർച്ചയുള്ള ഒരു ബിസിനസ്സിനെ നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. സന്തോഷവും സമാധാനമുള്ള നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. സ്മൈൽ വിഷസ്. ഞാൻ നിങ്ങളോടൊപ്പം അൻവർ സാം, ആർക്കിടെക്ട് ഓഫ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ്.